നമസ്കാരം. പുതിയ സർക്കാർ രൂപീകരണത്തിനായി തിരക്കിട്ട നീക്കങ്ങൾ നടക്കുകയാണ് ഡൽഹിയിൽ. നരേന്ദ്രമോദിയെ NDA ഏകകണ്ഠമായി കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. ഭൂരിപക്ഷത്തിന് 32 സീറ്റിന്റെ കുറവുള്ള BJPക്ക് TDPയുടെയും JDUവിന്റെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. ഇതുവരെ ഒരു സഖ്യ സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടി വന്നിട്ടില്ലാത്ത നരേന്ദ്രമോദിക്ക് പുതിയ സാഹചര്യത്തെ എങ്ങനെ നേരിടാനാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് ഇരു പാർട്ടികൾക്കും കണ്ണുണ്ട് താനും. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. മോദിക്ക് കഠിനകാലമോ? സഖ്യകക്ഷികളുടെ സമ്മർദ്ദ മുനയിലോ? മങ്ങിയ പ്രകടനത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം മോദി ഏറ്റെടുക്കുമോ? വരുന്നത് അസ്ഥിര സർക്കാരോ? ഈ ചർച്ചയിൽ ഡോക്ടർ G. ഗോപകുമാർ, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ, അധ്യാപകൻ, ശ്രീ നിസാം സെയ്ദ്, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ശങ്കുട്ടി ദാസ്, BJP, ശ്രീ രാജു P. നായർ, കോൺഗ്രസ് എന്നിവർ ചർച്ച ആരംഭിക്കുന്നു. ആദ്യം ഡോക്ടർ G. ഗോപകുമാർ, ദേശീയ ജനാധിപത്യ സഖ്യം നേതാവായി നരേന്ദ്രമോദിയെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ, മറ്റ് സാധ്യതകളൊന്നുമില്ലാതെ തന്നെ NDAയുടെ സർക്കാർ രൂപീകരണം നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കഴിഞ്ഞ 2 ടേമിലും, ആദ്യം 2014 282, കഴിഞ്ഞ തവണ 303, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു BJP. അങ്ങനെ തനിച്ച് ഭൂരിപക്ഷമുള്ള സർക്കാരിനെയാണ് നരേന്ദ്രമോദി നയിച്ചുകൊണ്ടിരുന്നത്. ഡിസിസീവായി പെരുമാറാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, 32 സീറ്റുകളുടെ കുറവുണ്ട്. അദ്ദേഹം നയിക്കുന്നത് ഒരു സഖ്യ സർക്കാരിനെയാണ്. അതിൽ തന്നെ നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു എന്നീ 2 പേരുടെ പിന്തുണ അനിവാര്യമാണ്. ഇവർ വളരെ കാലം ഈ സഖ്യകക്ഷി രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ ആളുകളും സമ്മർദ്ദ ശക്തികളുമാണ് എന്നിരിക്കെ മോദിയുടെ 3ാം ടേം അല്ലെങ്കിൽ 3ാം കാലം കഠിനമായിരിക്കുമോ, ടഫായിരിക്കുമോ, സ്ഥിരത ഉണ്ടാകുമോ സർക്കാരിന്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ 2 കാര്യങ്ങൾ. ഒന്ന്, പൊതുവിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളുടെയും ചരിത്രം നോക്കിയാൽ മുന്നണി രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അസ്ഥിരത അവിടെ ഉണ്ടെങ്കിലും നേരത്തെ തന്നെ വന്ന സാമൂഹിക സാമ്പത്തിക പുരോഗതി ശക്തമായതുകൊണ്ട് അത്തരം രാജ്യങ്ങൾക്ക് രാഷ്ട്രീയ അസ്ഥിരത, മുന്നണി ഭരണത്തിലെ വ്യത്യാസങ്ങളൊന്നും രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിച്ചിട്ടില്ല. എന്നാൽ 3ാം ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് മറ്റൊരു പ്രതിഭാസമാണ് കാണിക്കുന്നത്. പലപ്പോഴും സ്ഥിരതയുള്ള ഗവൺമെൻറ്റാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതെന്നും അത് കമ്പോളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നയപരമായ കാര്യങ്ങൾക്ക് സ്ഥിരതയുണ്ടാകാൻ ശക്തിയുള്ളൊരു ഗവൺമെൻറ് വേണം. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും പാർട്ടികൾക്ക്, വലിയ 2 പാർട്ടികൾക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാനായിട്ട്. കോൺഗ്രസിൻ്റെ ഏകകക്ഷി മേധാവിത്വമുണ്ടായിരുന്ന ഒത്തിരി കാലമുണ്ടായിരുന്നു രാജ്യത്ത്. പിന്നീടുള്ള ചരിത്രവും നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് 89-ന് ശേഷം 2014 വരെ മുന്നണി രാഷ്ട്രീയം തന്നെയായിരുന്നു. ആർക്കും ഭൂരിപക്ഷം കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണയോടുകൂടിയാണ് ഭരിച്ചിരുന്നത്. എന്നാൽ 2014-ന് ശേഷമാണ് ഈ സ്ഥിതിക്കൊരു മാറ്റം വന്നത്. ആ 10 കൊല്ലത്തെ കാലഘട്ടത്തിന് ഇപ്പോഴൊരു തിരിച്ചടി വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. കുറഞ്ഞ പക്ഷം തെലുങ്കുദേശം പാർട്ടിയെയും ജനതാദൾ യുവിൻ്റെയും സഹായത്തോടു കൂടി മാത്രമേ ഭരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോഴും രാഷ്ട്രീയമാണ്, നാളത്തെ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പ്രവചിക്കാൻ കഴിയില്ല. സ്ഥിരതയ്ക്ക് കൂടുതലും നമ്പേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഈ 2 കക്ഷികളിൽ ആരെങ്കിലും പോയാൽ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യപ്പെടും? അതിന് മുൻകൂറായിട്ട് മറ്റേതെങ്കിലും പാർട്ടികളെയും സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തുമോ? അവരെ കൂടി ഇക്കാര്യത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുമോ? ഇതൊക്കെ കാണേണ്ട കാര്യങ്ങളാണ്. പക്ഷേ വളരെയധികം പാർട്ടികൾ ഭരിക്കുന്ന ഒരു മുന്നണിയല്ല ഇത്. അതുകൊണ്ട് അത്ര അൺസ്റ്റേബിൾ ആയിരിക്കുകയില്ല. പക്ഷേ തൊട്ട് മുമ്പുള്ള ഭരണത്തെ 2019-24 ആ മേധാവിത്വം അതൊരിക്കലും ഇത്തവണത്തെ ഗവൺമെൻറ്റിൽ കാണില്ല. പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ളതിൽ 240 സീറ്റുള്ള BJPക്ക് നല്ലൊരു സ്ഥാനമുണ്ട് അതിനകത്ത്. പക്ഷേ ബാക്കിയുള്ള 32 നമ്പറുകൾക്ക് തീർച്ചയായിട്ടും പ്രാദേശിക പാർട്ടികളെയോ അതല്ലെങ്കിൽ മറ്റു കക്ഷികളെ സഹായം കിട്ടിയേ പറ്റൂ. ഇതിനകത്ത് പല പോസിബിലിറ്റീസ് ഉണ്ട്. എങ്ങനെയായിരിക്കും ഭരണത്തിൽ പ്രതിഫലിക്കുക? നോക്കുമ്പോൾ നമ്മൾ മോദി സർക്കാരിന്റെ പല തീരുമാനങ്ങളും, മുൻ മോദി സർക്കാരുകളുടെ പല തീരുമാനങ്ങളും പെട്ടെന്ന് എടുത്തവയായിരുന്നു. ഇപ്പോൾ അനുച്ഛേദം 370 റദ്ദാക്കിയത് പെട്ടെന്നാണ്, നമ്മൾ ആരും മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെയാണ് നോട്ട് നിരോധനം ഒരു രാത്രിയിൽ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയായിരുന്നു. അതുപോലെയുള്ള ചടുലമായ നടപടികൾ കൺസൾട്ടേഷൻ ഇല്ലാതെ നടത്താൻ ഇനി കഴിയുമോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് തീരുമാനിക്കുക, അതല്ലെങ്കിൽ 1 നേഷൻ 1 ഇലക്ഷൻ, അത് ഈ പറഞ്ഞതുപോലെ പൈപ്പ് ലൈനിലുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ എടുക്കുന്ന നിർണായകമായ നയമാറ്റം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ, നയപരമായ തീരുമാനങ്ങൾക്കൊക്കെ ഇതുപോലെ ഇനി എടുക്കാൻ കഴിയുമോ? അതോ കൺസൾട്ടേഷൻ ആവശ്യം വരുമോ? സഖ്യകക്ഷികളെ ബോധിപ്പിക്കേണ്ട സാഹചര്യം വരുമോ? എന്താണ് താങ്കൾക്ക് അക്കാര്യത്തിൽ തോന്നുന്നത്?
അല്ല, ചില കാര്യങ്ങൾ വിവാദപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ സഖ്യകക്ഷികളുടെ വിശ്വാസം കൂടി നേടിയാലേ അത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് എത്രത്തോളം സഖ്യകക്ഷികൾ ആ പിന്തുണ നൽകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അക്കാര്യത്തിൽ ഈ മുന്നണിക്കകത്ത് തന്നെ ഒരു സമവായമുണ്ടെങ്കിൽ അത് പ്രശ്നമുണ്ടാവില്ല. ആ സമവായം സൃഷ്ടിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുത്താൽ അതിനകത്ത് കോൺഫ്ലിക്റ്റ് വരില്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ചടുതിയിലുള്ളൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും ആർട്ടിക്കിൾ 370 നടപ്പിലായ കാര്യമാണ്. ഇനി മറിച്ച് വരണമെങ്കിൽ വേറൊരു ഗവൺമെൻറ് വന്നാലേ അതിനൊരു മാറ്റം വരത്തുള്ളൂ. അതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് 2 സംസ്ഥാനങ്ങളെങ്കിലും നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അതിലൊന്നും വലിയ കോൺട്രവേഴ്സി വരില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഡീലിമിറ്റേഷൻ, അത് ഭാവിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെൻസസ് എത്ര നാൾ നീട്ടിവെക്കാൻ കഴിയും, ഭാവിയിൽ സെൻസസുമായി ബന്ധപ്പെട്ട നയങ്ങൾ. ഇപ്പോൾ ചുരുക്കത്തിൽ ഭരണത്തിൽ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ തെലുങ്കുദേശം പാർട്ടി തന്നെ വേണമെങ്കിൽ ആന്ധ്രാപ്രദേശിനൊരു സ്പെഷ്യൽ സംസ്ഥാന പദവി വേണമെന്നുള്ള കാര്യം നിർബന്ധിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ സമ്മർദ്ദമുണ്ടാകും. ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശക്തിയുള്ള മുന്നണിയാണോ അത് ദുർബലമാവുന്ന മുന്നണിയാണോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്പറുകളുടെ കാര്യത്തിൽ അത്ര മോശമല്ല എന്നുള്ളതാണ്. 2004, 2009 സ്ഥിതിവിശേഷമല്ല 2024 കാണുന്നത്. കാരണം നമ്പർ ഓഫ് പാർട്ടീസ് മുന്നണിയെ സഹായിക്കുന്നത് എണ്ണത്തിൽ കുറവാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. ഏതെങ്കിലും ഒരു പാർട്ടി ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് വരാൻ അധികം സമയം വേണ്ട. ഇതിനകത്ത് വേണ്ട ഹോംവർക്ക് ചെയ്യാൻ 2 മുന്നണികൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ BJP നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളെ പിളർന്നിട്ടുണ്ട്. ഈ പലപ്പോഴും ഡിഫെക്ഷൻസിനെ അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ തന്നെ ചർച്ചകൾ പലതും വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് ഭൂരിപക്ഷം തികച്ചെങ്കിലും അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ പഴയതുപോലെയുള്ള ഒരു വൻ പാർട്ടി മേധാവിത്വം, വല്യേട്ടൻ മേധാവിത്വം പഴയതുപോലെ കാണിക്കാൻ BJPക്ക് പറ്റില്ല. പക്ഷേ മറുവശത്ത് അത്രത്തോളം അസ്ഥിരപ്പെട്ട ഒരു മുന്നണിയായി ഇത് മാറുകയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ നിസാം സെയ്ദ്, നരേന്ദ്രമോദി പൊതുവെ അപ്രമാദിത്വത്തിന്റെ ആളാണ്. അദ്ദേഹം അടക്കി ഭരിച്ചിട്ടേ ഉള്ളൂ, കൺസെൻസസിന്റെ ആളായിട്ടില്ല. മുന്നണി രാഷ്ട്രീയത്തിൽ കൺസെൻസസ് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ 32 നമ്പറിന്റെ കുറവ്, 32 എണ്ണത്തിന്റെ കുറവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ 90കൾ മുതൽ ഇങ്ങോട്ടുള്ള രാഷ്ട്രീയം എടുത്താൽ വലിയ കാര്യമല്ല. അങ്ങനെ അത്രയും ഭൂരിപക്ഷമുള്ള 2 സർക്കാരുകളെ പിന്നീട് ഭരിച്ചിട്ടുള്ളത് 2 മോദിയുടേതായിരുന്നു താൻ. അപ്പോൾ ഒരു പോളിസി പാരാലിസിസ് ഉണ്ടാവുക, സഖ്യകക്ഷികളുടെ സമ്മർദ്ദമുന നേരിടുക, സർക്കാർ അസ്ഥിരമാവുക തുടങ്ങിയ സെനാരിയോസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ? നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമ്പോൾ 2014-ലും 2019-ലും പ്രധാനമന്ത്രിയായ ശക്തനായ നരേന്ദ്രമോദി അല്ല 2024 പ്രധാനമന്ത്രിയാവുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. 2014-ലും 2019-ലും സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷം നേടിക്കൊടുത്ത ശക്തനായ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. തുടർച്ചയായി 2 തവണ സ്വന്തമായി ഭൂരിപക്ഷം നേടിയെടുത്തതിന് ശേഷം അതിന് കഴിയാതെ പോയ പ്രധാനമന്ത്രിയാണ് ഈ തവണ അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ മാത്രം മുൻനിർത്തി ബ്രാൻഡ് നരേന്ദ്രമോദി എന്നത് ഉയർത്തിക്കാട്ടി ആണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വലിയ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ചാണ് BJP തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്താൻ BJPക്ക് ആത്മവിശ്വാസം ഉയർത്തിയത് നരേന്ദ്രമോദി പ്രഭാവത്തിലുള്ള വിശ്വാസമാണ്. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടുന്നത് വോട്ടുകൾ നേടാനുള്ള നരേന്ദ്രമോദിയുടെ കഴിവിനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായത് നരേന്ദ്രമോദിയുടെ നയങ്ങളാണ്, നരേന്ദ്രമോദിയുടെ സമീപനങ്ങളാണ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് ദുർബലനായ നരേന്ദ്രമോദിയാണ് ഈ മന്ത്രിസഭയെ നയിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരം ദുർബലനായ നരേന്ദ്രമോദിക്ക് സ്വാഭാവികമായും അഭിലാഷ് പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 370 നിർമ്മാർജ്ജനം ചെയ്തതുപോലെ, നിരോധിച്ചതുപോലെ ഒരു തീരുമാനം പെട്ടെന്നെടുക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ല. പ്രതിപക്ഷ നേതാക്കളെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം, പ്രതിപക്ഷ നേതാക്കന്മാരെ ജയിലിലടയ്ക്കാൻ കഴിയില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒട്ടേറെ പോളിസി പാരലൈസിസ് ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. മാത്രമല്ല, ഒരു കൂട്ടുകക്ഷി ഗവൺമെൻറ്റിനെ നയിച്ച അനുഭവം നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്നും എക്കാലവും വലിയ സുരക്ഷിതമായ ഭൂരിപക്ഷത്തോടുകൂടി
വലിയ രാഷ്ട്രീയ ബലമുള്ള ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ, ഒരു പാർട്ടിയെ തൻ്റെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ നേതാവായി മാത്രമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായിട്ടുള്ളത്. അടൽ ബിഹാരി വാജ്പേയിയെ പോലെ കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കാൻ വേണ്ട വഴക്കമോ ഒതുക്കമോ ഒന്നുമുള്ള ആളായി നരേന്ദ്രമോദി ഇന്നേ വരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് ഇനിയും അദ്ദേഹം അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ പുലർത്തിയ ശൈലികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ അത് നടക്കാൻ കഴിയുള്ളൂ. പക്ഷേ അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന് നേരിടേണ്ട അല്ലെ അദ്ദേഹത്തിനോടൊപ്പം കൊണ്ടുപോകേണ്ട രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാർ അദ്ദേഹവുമായി വ്യക്തിപരമായി അവിശ്വാസം പുലർത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നരേന്ദ്രമോദിയെ BJPയുടെ നേതാവായി തിരഞ്ഞെടുത്തു, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ NDA വിട്ടയാളാണ് നിതീഷ് കുമാർ. അന്ന് തൊട്ട് അവർ തമ്മിലുള്ള ബന്ധം ഒട്ടും ഊഷ്മളമല്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഒരു മുറിവ് നരേന്ദ്രമോദിയിൽ നിന്ന് മനസ്സിൽ നിന്നും ഒരിക്കലും മായുകയില്ല. നിതീഷ് കുമാർ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇവർ തമ്മിലൊരു ഊഷ്മളമായ ബന്ധമുണ്ടായിട്ടില്ല. അതുപോലെ തന്നെയാണ് ചന്ദ്രബാബു നായിഡു പലവട്ടം നരേന്ദ്രമോദിയെ പരസ്യമായി രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ചന്ദ്രബാബു നായിഡുവിൻ്റെ എതിർപ്പാർട്ടിയായ YSR കോൺഗ്രസിൻ്റെ നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ളയാളാണ് നരേന്ദ്രമോദി എന്ന് നായിഡുവിനറിയാം. മോഡിയുടെ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും ജഗൻ തന്നെ ജയിലിൽ അടയ്ക്കുകയില്ലായിരുന്നു എന്നുള്ളതും നായിഡുവിനറിയാം. അങ്ങനെ ജഗനെ കൊണ്ട് നായിഡുവിനെ ജയിലിലടപ്പിച്ച് ഒരു സഖ്യത്തിന് നായിഡുവിനെ നിർബന്ധിതനായി തീർക്കുകയായിരുന്നു എന്നും അഭിപ്രായമുണ്ട്. അങ്ങനെ പരസ്പരം അവിശ്വാസമാണ് ഈ ആളുകൾ തമ്മിലൊക്കെയുള്ള. മാത്രവുമല്ല, ഇനിയുള്ള കാലത്ത് ഈ മന്ത്രിസഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയുടെ നിലനിൽപ്പിന് ഭീഷണിയായാൽ, എന്തെങ്കിലും പുതിയൊരു നയങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ തങ്ങളുടെ പാർട്ടിയെ പിളർത്തി നരേന്ദ്രമോദി BJPക്ക് സ്വന്തമായി ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും എന്ന് അവർക്ക് വളരെ നന്നായിട്ടറിയാം. തീർച്ചയായും അങ്ങനെ ഒരു റിസ്ക് കൂടി അവർ നേരിടുന്നുണ്ട്. ഇനിയിപ്പോൾ പാർട്ടി പിളർത്തിയില്ലെങ്കിൽ തന്നെ BJPയോട് ഒരു സോഫ്റ്റ് കോർണർ സ്വീകരിച്ചിരുന്ന, BJPയുമായി ഫ്ലർട്ട് ചെയ്തിരുന്ന പാർട്ടികളെല്ലാം പിന്നീട് നേരിട്ടത് വലിയ ദുരന്തങ്ങളാണ്. നമുക്കതിന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഈ നിരീക്ഷണങ്ങളിലേക്ക് വരാം. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ അങ്ങയിലേക്ക് വരാം. ഈ കഴിഞ്ഞ ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടി ദാസ്, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടുന്ന നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇതൊരു പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായ പരാജയം കൂടിയാണ്. മോദി ഗ്യാരണ്ടിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. BJPയുടെ മുഴുവൻ പരസ്യങ്ങളും നരേന്ദ്രമോദി എന്ന ബ്രാൻഡിൽ അധിഷ്ഠിതമായിരുന്നു. നിങ്ങൾ തന്നെ പറഞ്ഞത് 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്നാണ്. മോദി എന്ന ബ്രാൻഡിലും മോദി എന്ന ഫാക്ടറിലും ഊന്നിയുള്ള തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം ആണ് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിച്ചത്. എന്നിരിക്കെ തനിച്ച് ഭൂരിപക്ഷം നേടാൻ കഴിയുന്നില്ല. 400 പാർ പോയിട്ട് 300 പാർ പോലും ഉണ്ടായില്ല മുന്നണിയെ സംബന്ധിച്ച്. BJPക്ക് കഴിഞ്ഞ 3 തവണ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ നമ്പറിലേക്ക് വരേണ്ടി വരുന്നു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 4.9 ലക്ഷത്തിൽ നിന്ന് 1.6 കുറയുന്നു. ബാക്കിയുള്ള നേതാക്കൾക്കൊക്കെ ഉത്തർപ്രദേശിൽ നിന്ന് തന്നെ വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നു. രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തെ നേതാക്കൾക്കൊക്കെ. എന്തിന് നമ്മുടെ ഹൈബിയുടെ അത്രയും ഭൂരിപക്ഷം പോലും ഈ പറഞ്ഞ വിശ്വഗുരുവായ നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന നരേന്ദ്രമോദി ദുർബലനായിട്ടില്ലേ? അദ്ദേഹത്തിന്റെ ഓറ നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അപ്പോൾ ഓറ നഷ്ടപ്പെട്ട നരേന്ദ്രമോദി ഒരു കോയലേഷൻ സർക്കാരിനെ നയിക്കുമ്പോൾ അതിന് എത്രമാത്രം ആത്മവിശ്വാസം ഉണ്ടാകും അദ്ദേഹത്തിന്? നോക്കൂ, നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്ന ഒരു പ്രിമൈസിൽ നിന്നുകൊണ്ട് വളരെ സുദീർഘമായിട്ടുള്ളൊരു വിശദീകരണം അങ്ങ് നടത്തി. പക്ഷേ അങ്ങ് ബേസിക് പ്രിമൈസിന് തെറ്റിപ്പോയി. നരേന്ദ്രമോദി വിജയിച്ചിട്ടുള്ള 3ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ സർക്കാർ അധികാരത്തിലേറാനിരിക്കുകയാണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ 240 സീറ്റുകളോടുകൂടി BJP ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി നിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രഖ്യാപിച്ച പ്രീപോൾ അലയൻസിന് 292 സീറ്റ് ഉണ്ട്. 272 എന്ന് പറയുന്ന മാജിക് നമ്പർ, ഹാഫ് വേ മാർക്ക് ക്രോസ് ചെയ്തിട്ട് പിന്നെയും 20 സീറ്റ് ഉണ്ട് എന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ആശങ്കപ്പെടുന്ന TDP ആവട്ടെ JDU ആവട്ടെ, ഈ രണ്ട് കൂട്ടരും സംയുക്തമായി പിന്തുണ പിൻവലിച്ചാൽ പോലും NDA മുന്നണിക്ക് 272 സീറ്റ് ഉണ്ട് എന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ബദലായി പറയുന്ന INDA മുന്നണിക്ക് JDU, ഈ പറയുന്ന TDP, ശിവസേന ഇവരെല്ലാവരും കൂടി ചേർത്ത് പിന്തുണ കൊടുത്താൽ പോലും 272 ആവില്ല എന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെ തുടരാൻ പോകുമ്പോൾ നിങ്ങൾ നരേന്ദ്രമോദിയുടെ സർക്കാർ പരാജയപ്പെട്ടു, ദുർബലനായി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം
എന്താണ്? ഇവിടെ എന്താണ്, രണ്ട് മുന്നണികളാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതല്ലാതെ BJPയും കോൺഗ്രസും തമ്മിലല്ല ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇനി അങ്ങനെ എടുത്താൽ പോലും ഈ പറയുന്ന മുഴുവൻ INDA മുന്നണിയുടെ സീറ്റുകൾ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്കുണ്ട്. INDA മുന്നണികളുടെ മുഴുവൻ സീറ്റ് 232 സീറ്റാണ്. BJPക്ക് മാത്രം 240 സീറ്റുണ്ട്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടാതിരിക്കൽ ഒരു പാർട്ടിയുടെ പരാജയമാണെങ്കിൽ 1989 മുതലുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. 145 സീറ്റ് മാത്രം മേടിച്ചിട്ടാണ് 2004 കോൺഗ്രസിൻ്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. 206 സീറ്റായിരുന്നു രണ്ടാമത്തെ UPA സർക്കാരിന് അധികാരത്തിലുള്ളത്. അന്നൊക്കെ അത് ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്നൊരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് അത് ദുർബലമായിട്ടുള്ളൊരു മന്ത്രിസഭയായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ ആളുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് BJPക്ക് ബദലായിട്ട് ഉയർത്തിക്കാട്ടിയിരുന്ന INDA മുന്നണിയാണ്. INDA മുന്നണി എന്ന് പറഞ്ഞാൽ 28 പാർട്ടികളുടെ ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഒരു പാർട്ടി BJPക്ക് ബദലായിട്ട് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇന്ത്യയെ പിന്നീട് BJPക്ക് ബദലായി നയിക്കാൻ പോകുന്നത് ഒരു അസ്ഥിരമായ, അസംഘടിതമായ, ഏത് സമയത്തും പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ദുർബലമായിട്ടുള്ള മുന്നണിയാണെന്ന് പറയുമായിരുന്നു. ഇവിടെ അസ്ഥിരമായ ഗവൺമെൻറ്, അതല്ലെങ്കിൽ സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെൻറ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് മൈനോറിറ്റി ഗവൺമെൻറ് ആയിരിക്കണം. അല്ലാതെ പ്രീപോൾ അലയൻസ് പ്രകാരമുള്ള സഖ്യത്തിന് കേവല ഭൂരിപക്ഷം മറികടന്നിട്ടുള്ള ഗവൺമെൻറ് ഒരു അസ്ഥിരമായിട്ടുള്ള ഗവൺമെൻറ് അല്ല. തെരഞ്ഞെടുപ്പിന് മുന്നേ തീരുമാനിച്ച ധാരണയുടെ പ്രകാരം, കോമൺ മിനിമം പ്രോഗ്രാം പ്രകാരം മത്സരിച്ച പാർട്ടികൾക്ക് 272 ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ആ മുന്നണിക്ക് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് ആണ്. ആ ഗവൺമെന്റിന് സ്ഥിരതയുണ്ട്. നമ്പർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ശ്രീ ശങ്കു. അതുകൊണ്ടല്ല ഞാൻ ചോദിച്ച ചോദ്യം അങ്ങേക്ക് മനസ്സിലായല്ലോ. അപ്രമാദിത്വം ഉണ്ടായിരുന്നു, അത് തന്നെയാണ് പ്രതീക്ഷിച്ചതും. അതാണ് ഉണ്ടാവാത്തത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇന്ത്യയും പാപ്പുവ ന്യൂഗിനിയയും തമ്മിൽ ഒരു 2020 മത്സരം കളിക്കുകയും ഇന്ത്യ 12 റൺസിന് ജയിക്കുകയും ചെയ്തു എന്ന് വിചാരിക്കുക. ജയിച്ചല്ലോ, ആ 2 പോയിന്റ് ഇന്ത്യക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ ഇന്ത്യ തോൽപ്പിച്ചത് പാപ്പുവ ന്യൂഗിനിയയാണ് എന്ന ഫാക്ടർ അവിടെ നിൽക്കുന്നു. മറുവശത്ത് ചിഹ്ന ഭിന്നമായ പ്രതിപക്ഷം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും രാഷ്ട്രീയ കാലാവസ്ഥയും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം. ഇങ്ങനെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് എന്നോർക്കണം ഇന്ത്യ മുന്നണി ഈ പെർഫോമൻസ് നടത്തുകയും BJPക്ക് തനിയെ കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്തത്. ഈ രാജ്യത്ത് ആരെങ്കിലും പ്രതീക്ഷിച്ച കാര്യമാണോ അത്? അപ്പോൾ അങ്ങനെ ലെവൽ പ്ലേയിങ് ഫീൽഡ് പോലും പ്രതിപക്ഷത്തിന് ഇല്ലാതിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്ന സാഹചര്യത്തിലാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓറ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞ 2 തവണയും വളരെ ഡിസിസീവായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇനി അത് പറ്റുമോ എന്ന ചോദ്യം ഉണ്ടാവുന്നത് അവിടെയാണ്. ജനങ്ങൾ എത്രമാത്രം അംഗീകരിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിലെ ജനങ്ങൾ കൊടുത്ത അത്രയും പിന്തുണ വാരണാസിയിൽ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നരേന്ദ്രമോദിക്ക് അവിടുത്തെ ജനങ്ങൾ കൊടുക്കാത്തത്? എന്തിന് വിദിഷയിൽ ശിവരാജ് സിംഗ് ചൗഹാന് കിട്ടുന്ന അത്രയും വോട്ട്, അല്ലെങ്കിൽ ആ ഭൂരിപക്ഷം എന്തുകൊണ്ടാണ് കാശിയിൽ, അല്ലെങ്കിൽ അമിത്ഷായ്ക്ക് ഗാന്ധിനഗറിൽ കിട്ടുന്ന അത്രയും വോട്ട് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക്? വിശ്വഗുരുവിന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന മോദിക്ക് സ്വന്തം മണ്ഡലത്തിൽ കിട്ടാത്തത് എന്നുള്ളത് അദ്ദേഹത്തെ പേഴ്സണലായി ബാധിക്കില്ലേ? ഒരു പേഴ്സണൽ ഡിഫീറ്റ് ഇല്ലെന്ന് തന്നെയാണോ ശങ്കു വിശ്വസിക്കുന്നത്? നരേന്ദ്രമോദി നമ്മൾ ഇലക്ഷൻ റിസൾട്ട് പ്രകാരം, സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം, ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട റിസൾട്ട് പ്രകാരം 1.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുകയാണ് ചെയ്തത്. അതിൽ കഴിഞ്ഞ തവണത്തെ വിജയത്തിൻ്റെ അത്ര വലിയ വിജയമല്ല നരേന്ദ്രമോദിക്ക് കിട്ടിയതെന്ന് പറയാം. പക്ഷേ അത് പരാജയമാണെന്ന് പറയുന്നത് അതിന് കടന്ന വായനയാണ്. ശരിയാണ്, മറ്റ് ചില ഫാക്ടേഴ്സ്, യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ പൊതുവായി BJPക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള വിജയം നേടാൻ സാധിച്ചിട്ടില്ല. വലിയ സെറ്റ് ബാക്ക് നേരിട്ടിട്ടുണ്ട്. 2014 71 സീറ്റുകൾ UPയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. 2019 62 സീറ്റുകൾ, സഖ്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ 64 സീറ്റുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു പ്രകടനമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. കാരണം യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് അവിടെയുണ്ട്. അവിടെ ഗുഡ് ഗവർണൻസ് ഉണ്ട്, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഗുണ്ടകളെയും മാഫിയകളെയും അമർച്ച ചെയ്തിട്ടുണ്ട്, FDI വന്നിട്ടുണ്ട്, ഒരു ടയർ 1 സിറ്റി ആയിട്ട് UPനെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട്. രാമക്ഷേത്രം പോലെ കൾച്ചറൽ ഫ്രണ്ടിലുള്ള പ്രോമിസുകളൊക്കെ BJP പൂർത്തീകരിച്ചിരുന്നു. സ്വാഭാവികമായിട്ട് ആ രീതിയിലുള്ളൊരു വലിയ കുതിച്ചുചാട്ടം UPയിൽ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല. ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന മൂവ്മെൻറ്റിനെ കാസ്റ്റുകളായി ഡിവൈഡ് ചെയ്യാനുള്ള കോൺഗ്രസിൻ്റെ ആ ഒരു കാസ്റ്റിസ്റ്റ് അജണ്ട വിജയിക്കുന്ന സമാജ്വാദി പാർട്ടി നടത്തിയിട്ടുള്ള PDA എന്ന് പറയുന്ന ഫോർമുല, അവരുടെ എന്താ പറയുക, ഒരു PDA ഫോർമുല ഉണ്ടായിരുന്നല്ലോ, ഒരു പഞ്ചക് ദളിത് അങ്ങനെ അപസംഖ്യക് ഫോർമുല എന്ന് പറയുന്ന BSPയിൽ നിന്ന് ദളിത് വോട്ടുകളെ കൂടെ കൊണ്ടുവന്ന് മുസ്ലിം ദളിത് യാദവ് കോമ്പിനേഷനിലൂടെ ഈ പറയുന്ന കാസ്റ്റിസം വർക്കൗട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്ന് പറയുന്ന സാധനം. BJP 400 സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് ഭരണഘടനയെ മാറ്റിമറിക്കാനുള്ള ഒരു ഭൂരിപക്ഷമാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംവരണം എടുത്തു കളയും, ദളിതർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണാവകാശങ്ങൾ ഇല്ലാതെയാവും, മുസ്ലിം സംവരണം ഇല്ലാതെയാവും തുടങ്ങിയിട്ടുള്ള അവരുടെ നരേറ്റീവുകൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വിശ്വസിക്കാൻ ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടായെന്നുള്ളത് UPയിൽ പൊതുവിൽ വന്നിട്ടുള്ള തിരിച്ചറിയാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ 2-3 ഫാക്ടേഴ്സ് നമ്മൾ ഈ കാര്യത്തിൽ കാണണം. ഒന്ന്, ഓവർ കോൺഫിഡൻസ് ഓഫ് ദി ഇലക്ട്രേറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എന്തായാലും 400 സീറ്റുകളിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്, അതുകൊണ്ട് നമ്മുടെ വോട്ട് ഇറലവൻ്റ് ആണെന്ന് സാധാരണ മനുഷ്യർ ചിന്തിച്ചു എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുകൊണ്ട് BJP അനുകൂല വോട്ടർമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നു. എന്നാൽ ആൻറ്റി BJP വോട്ടുകൾ വളരെ
കൺസോൾട്ടേറ്റഡ് ആയിട്ട് INDA മുന്നണിയിലേക്ക് തന്നെ പോയി. BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ ഒരു പക്ഷേ നമ്മൾ വോട്ടിംഗ് ശതമാനത്തിൽ വന്നിട്ടുള്ള കുറവുകൾ BJPക്ക് വരേണ്ട വോട്ടുകളാണ് എന്നൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ധാരാളം രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യങ്ങൾ. പക്ഷേ ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ നരേന്ദ്രമോദിയുടെ സർക്കാർ മൂന്നാം വട്ടം തുടരാൻ പോവാണ് എന്ന് പറഞ്ഞ താരതമ്യം വളരെ ശരിയാണ്. ഇന്ത്യ, പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന താരതമ്യം വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ട്രാപ്പിൽ ഇടതുപക്ഷവും മാധ്യമങ്ങളൊക്കെ വീണുപോയതാണ്. നരേന്ദ്രമോദി തന്നെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ പറയുന്നുണ്ട് 400 സീറ്റുകൾ എന്ന് പറയുന്നൊരു പ്രൊജക്ഷൻ ഞാൻ മുന്നോട്ട് വെച്ച സമയത്ത് 272 സീറ്റ് മതി ഈ രാജ്യം ഭരിക്കാനെന്ന കാര്യം പ്രതിപക്ഷം മറന്നുപോയി. അവർ BJP 400 സീറ്റ് കിട്ടാൻ പോവുകയാണെന്നുള്ള ഭയത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിൽ അവർ ഏർപ്പെട്ടതേ ഇല്ല. BJPയുടെ ജയം മാനസികമായിട്ട് അവർ അംഗീകരിച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ BJP സെറ്റ് ചെയ്തിട്ടുള്ള ഒരു നരേറ്റീവ് പ്രകാരം 400 സീറ്റ് എന്ന് പറയുന്ന പ്രൊജക്ഷൻ കൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സെഫോളജിക്കലി നിങ്ങൾ നോക്കൂ, BJPക്കെതിരെ 11 കക്ഷികൾ മാത്രമുള്ള ഒരു മുന്നണിക്കെതിരെ 28 കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് 39% വോട്ടുള്ള പാർട്ടിക്കെതിരെ ബാക്കി 61% വോട്ടുള്ള പാർട്ടികൾ ഒന്നിച്ചു നിന്നാൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ അവരാണ് ജയിക്കേണ്ടത്. എന്നാൽ ആനുകൂല്യം അവർക്ക് കിട്ടിയില്ല. ഈ പറയുന്ന ഇത്രയും ആളുകൾ ഒന്നിച്ചു നിന്നിട്ടും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 240 സീറ്റുകൾ BJP നേടിയെങ്കിൽ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ഇപ്പോഴും ഇൻടാക്ട് ആണെന്നുള്ളതാണ് BJPയുടെ വാദം. ശ്രീ രാജു പി നായർ, 290-ലധികം അംഗങ്ങളുടെ പിന്തുണ ഉണ്ട്. പ്രീപോൾ അലയൻസ് ആണ് NDA, 272 മതി. രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കക്ഷിയെ അല്ലെങ്കിൽ പ്രീപോൾ അലയൻസിനെ ആണ് സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക. അപ്പോൾ NDA സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. NDA അതിൻ്റെ നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച നായിഡുവും അതുപോലെ തന്നെ നിതീഷും അടക്കമുള്ള ആളുകൾ അവരുടെ പിന്തുണ അറിയിച്ചിട്ടുമുണ്ട്. സോ അത് കഴിഞ്ഞില്ലേ? അല്ല അഭിലാഷേ, ഒന്ന് ഇവിടെ പറഞ്ഞ പോലെ 240 സീറ്റ് കിട്ടിയ അല്ലെങ്കിൽ 293 സീറ്റ് പ്രീപോൾ അലയൻസിൽ കിട്ടിയ ഒരു രാഷ്ട്രീയ പാർട്ടി സാങ്കേതികമായി ജയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ സംശയമൊന്നുമില്ല. 240 സീറ്റ് BJPക്ക് കിട്ടി. ഏറ്റവും വലിയ പാർട്ടിയായിട്ട് BJP വന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം മുതൽ അല്ലെങ്കിൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നത് മുതൽ ഈ രാജ്യവും ലോകവും മുഴുവൻ ചർച്ച ചെയ്തത് എന്തായിരുന്നു? നരേന്ദ്രമോദിയുടെ വിജയത്തെക്കുറിച്ചാണോ ചർച്ച ചെയ്തത്? മറിച്ച് നരേന്ദ്രമോദി എങ്ങനെ പരാജയപ്പെട്ടു എന്നല്ലേ? അത് നമ്പറിൻ്റെ അടിസ്ഥാനത്തില്ല. അതെന്താ പ്രശ്നം? സെറ്റ് ചെയ്ത അജണ്ട എന്തായിരുന്നു? സെറ്റ് ചെയ്ത അജണ്ട 400 സീറ്റ് വേണം. എന്തിനു വേണ്ടിയാണ്? വെറുതെ 400 സീറ്റ് കിട്ടണമെന്നല്ല പറഞ്ഞത്. എന്തിനു വേണ്ടിയായിരുന്നു? 400 സീറ്റ് കിട്ടണം. എന്തിനു വേണ്ടി? ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി 400 സീറ്റ് ലഭിക്കണം. BJPയുടെ നേതാക്കന്മാർ എന്ന് പറയുന്നു ഭരണഘടന മാറ്റി എഴുതാൻ 400 സീറ്റ് കിട്ടണം. ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിന് 400 സീറ്റ് കിട്ടണം. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? പിക്ചർ അഭി ബാക്കി ഹേ, തുടങ്ങാൻ പോകുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ 2 പ്രാവശ്യം നടന്നത് ട്രെയിലർ ആയിരുന്നു. സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായിരുന്നു ആ സിനിമ? ഈ രാജ്യത്തെ ഭരണഘടനയെ തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് ഈ രാജ്യത്തെ മാറ്റി എഴുതാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിട്ട് കണ്ടു. ഈ തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ നമ്മളൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തെന്താ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഇത് നമുക്കിനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. ഇല്ലേ? പ്രതിപക്ഷ പാർട്ടികളെ പിടിച്ച് ജയിലിലടയ്ക്കുന്നു, കോൺഗ്രസിൻ്റെ ഫണ്ട് മുഴുവൻ ഇല്ലാതെയാക്കുന്നു, പത്രിക സമർപ്പിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ വാരണാസിയിൽ ആൾക്കാർക്ക് നാമനിർദ്ദേശക പത്രിക പോലും സമർപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. പാർലമെൻറ്റ് സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ പോകുന്നു. ആ എണ്ണത്തോടു കൂടി BJP വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറും. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇല്ലാതെയാകും. ഈ രാജ്യത്തിൻ്റെ സ്വഭാവം മാറും. ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ പല BJPയുടെ ആൾക്കാരും വിശ്വസിച്ചിരുന്നത് പോലെ ഈ രാജ്യത്തെ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെ ഇല്ലാതെയാക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് അതുതന്നെയാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണം എന്നാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നുള്ള ഒരു അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ ആ അജണ്ട ഈ രാജ്യത്ത് സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും നടപ്പിലാക്കിയാൽ മാത്രമേ ആ ഭരണഘടന സംരക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഈ രാജ്യത്തെ ജീവൻ പ്രശ്നങ്ങളുടെ പേരിൽ വേണം വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ ജനം അംഗീകരിച്ചതാണ്. അതുകൊണ്ടാണല്ലോ 3,50,000-ഓളം വോട്ട് കുറവ് വന്നുകൊണ്ട് വാരണാസിയിൽ തന്നെ നരേന്ദ്രമോദിക്ക് കിതക്കേണ്ടി വന്നത്. സ്മൃതി ഇറാനിയെ പോലെ ഒരു നേതാവ്
അവർ തന്നെ ആക്ഷേപിച്ചത് എന്ന് തന്നെയാണ് ഞാൻ അവർ തന്നെ ആക്ഷേപിച്ച എന്താ നെഹ്റു കുടുംബത്തിന്റെ ഒരു പ്യൂണാണെന്ന് പറഞ്ഞ ആളുടെ മുമ്പിൽ 1.25 ലക്ഷത്തിന്റെ വോട്ടിന് മേലെ 1.60 അങ്ങോട്ടാണെന്ന് തോൽക്കേണ്ടി വന്നില്ലേ? അപ്പോൾ പരാജയപ്പെടുന്നത് ഇവർ സെറ്റ് ചെയ്ത അജണ്ടയായിരുന്നു. ആ അജണ്ട പരാജയപ്പെട്ടത് കൊണ്ടാണ് ഈ ലോക മാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിയുടെ വിജയം ആഘോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയത്. ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും നരേന്ദ്രമോദിയുടെ വിജയം ആഘോഷിക്കാൻ കഴിയാതെ പോകുന്നത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ 272 എന്നുള്ളൊരു നമ്പർ വെച്ചിട്ടാണെങ്കിൽ ആ നമ്പർ കൊണ്ടല്ല, മറിച്ച് 400 എന്നുള്ള നമ്പറും അല്ല, ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആയതുകൊണ്ട് അവിടെയാണ് പരാജയപ്പെട്ടത്. അവിടെ പരാജയപ്പെട്ട നരേന്ദ്രമോദിക്ക് ഇനി ഈ രാജ്യത്ത് ഇനി ഒറ്റ രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് ഈ 240 സീറ്റ് വെച്ച് പറയാൻ കഴിയുമോ? ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ അദ്ദേഹം ഗോപകുമാർ സാർ ഇവിടെ 2 നിയമസഭ എന്താ പറയാ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കി എന്ന് പറഞ്ഞു. അതൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങനെ സംസ്ഥാനങ്ങൾക്ക് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കാൻ കഴിയില്ല. അദ്ദേഹം എന്തുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. അത് ഒരു അജണ്ട സെറ്റ് ചെയ്തതിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം 8 മടക്കി അടുക്കളയിൽ വെച്ചതിന് ശേഷം ഇനി ഇറങ്ങി ഭരണം നടത്തേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി പോയി. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ തകർച്ചയുടെ തുടക്കമാണ്. ഞാൻ പറയുന്നു, എഴുതി വെച്ചോ, 2 വർഷത്തിനുള്ളിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആവുകയാണെങ്കിൽ ഇറങ്ങിപ്പോകേണ്ടി വരും. ശരി, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെയും BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും നാശത്തിന്റെ തുടക്കം ആരംഭിച്ച തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണോ ഈ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കുഴിച്ചു മൂടിയത്, അതേ രീതിയിൽ പതിറ്റാണ്ടുകളോളം ഈ രാജ്യത്തിന് BJPയുടെ രാഷ്ട്രീയം ഉണ്ടാവില്ല എന്നുള്ളതിന് തെളിവാണ്. ഇവരെന്താ പറഞ്ഞത്? 25 നരേന്ദ്രമോദി, നിങ്ങൾക്ക് 2047 പോലും മാറ്റാൻ കഴിയില്ല, അതല്ലേ പറഞ്ഞത്? ശരി, ഓക്കെ. ശ്രീ ശങ്കുട്ടിദാസ്, സർജി ബൂബ്കയും എലേന ഇസിൻബയേവയും ഒക്കെ ഒളിമ്പിക്സിന് പോകുന്നത് സ്വർണ്ണ മെഡൽ നേടാൻ ആയിരുന്നില്ല. പോൾ വോൾട്ടിൽ അവർ രണ്ടുപേരും ഇതിഹാസങ്ങളായിരുന്നത് കൊണ്ട് ഓരോ മത്സരത്തിലും അല്ലെങ്കിൽ ഓരോ ടൂർണമെന്റിലും കൂടുതൽ ഉയരം സെറ്റ് ചെയ്യുക, ആ ഉയരം മറികടക്കുക, അങ്ങനെ സ്വന്തം ഉയരത്തോട്, സ്വന്തം ഹൈറ്റിനോട്, സ്വന്തം റെക്കോർഡിനോട് മത്സരിച്ചിട്ടാണ് ബൂബ്കയും ഇസിൻബയേവയും ഒക്കെ ഇതിഹാസങ്ങളാണെന്ന് തെളിയിച്ചത്. എന്നുപോലെ തന്നെയായിരുന്നു മോദിജിയും. ആദ്യം 282, പിന്നീട് 303, 370, 400 പാർ. ഈ മട്ടിൽ എന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരുമില്ല, അജയ്യനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേവല ഭൂരിപക്ഷം നേടുന്നു. അത് ഇവിടെ പറഞ്ഞതുപോലെ ടെക്നിക്കലായി വിജയമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ സൈക്കോളജിക്കലി അതൊരു തോൽവിയായി വന്നു ഭവിക്കാനുള്ള സാഹചര്യമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഇനി ഇവിടെ ഉയരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നിതീഷ് കുമാറിന് നരേന്ദ്രമോദിയുമായിട്ടുള്ള പ്രശ്നം നമുക്കറിയാം. അദ്ദേഹം സഖ്യത്തിന്റെ അനിവാര്യത കൊണ്ട് സഖ്യത്തിലൊക്കെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാനാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ആകേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നിതീഷ്. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ഇടയ്ക്ക് സംസാരിച്ചത് തന്നെ നമ്മൾ ആ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. രണ്ടുപേരും താൻ പോരുമയുള്ള തൻ്റെ ഇടമുള്ള നേതാക്കളാണ്. രണ്ടുപേർക്കും മോദി ഭരിക്കുന്നത് അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഇന്നവിറ്റബിൾ ആണെന്നുള്ളതുകൊണ്ട് അവർ സഖ്യത്തിൽ നിൽക്കും. പക്ഷെ അവരുണ്ടാക്കുന്ന ഈ പറഞ്ഞ കുഴപ്പങ്ങളും ഈ പറഞ്ഞ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ പൊതു മിനിമം പരിപാടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഐഡിയോളജി അനുസരിച്ച്, ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഭരണത്തിലുണ്ടാകുമോ? അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നരേന്ദ്രമോദിയെ പോലെ ഒരാൾക്ക് എത്ര കാലം അത് സഹിക്കാൻ കഴിയും? ഇവിടെ രാജു പി നായർ പറഞ്ഞത് 2-3 വർഷം കഴിഞ്ഞാൽ ഈ സർക്കാർ മാറേണ്ടി വരുമോ, അല്ലെങ്കിൽ ഭരണം മാറേണ്ടി വരുമോ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഉപമ വളരെ ശരിയാണ്. ഇസിൻബയേവയുടെയൊക്കെ കാര്യം പറഞ്ഞത് ശരിയാണ്. എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ ഈ സർക്കസൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആനയൊക്കെ പന്ത് കെട്ടി കളിക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ കൈയടിക്കും. അത് ഈ പന്ത് കെട്ടുന്നത് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു മാജിക് ആയതുകൊണ്ടല്ല, അത് ആന ചെയ്യുമ്പോൾ അതിലൊരു കൗതുകം ഉള്ളതുകൊണ്ടാണ്. കാരണം സാധാരണഗതിയിൽ ആനയ്ക്കത് പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ചെറിയ വാക്കുകൾ ആദ്യമായിട്ട് അമ്മ, അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും. പറഞ്ഞ വാക്കിൽ തെറ്റൊക്കെ ഉണ്ടാവും, എന്നാലും പൊട്ടവാക്കാണെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്നാണ്. അതേപോലെയാണ് കോൺഗ്രസിൻ്റെ 99 സീറ്റ് വെച്ചിട്ട് മഹാവിജയമാണ്, ഭയങ്കര ഗംഭീരമാണെന്നൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങളും ചില നിരീക്ഷകന്മാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ 52 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന പാർട്ടി ഇത്തവണ താഴേക്ക് പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അങ്ങനെ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആൾക്കാർ ഒരു മെച്ചപ്പെട്ട പ്രകടനം നടത്തുമ്പോൾ കൊടുക്കുന്ന അനുതാപത്തോട് കൂടിയിട്ടുള്ള ഒരു എൻകറേജ്മെൻ്റ് ആണത്. അതുതന്നെയാണ് നേരെ തിരിച്ച് BJPയോടും വരുന്നത്. കാരണം സാധാരണഗതിയിൽ BJPയിൽ നിന്ന് മെച്ചപ്പെട്ട പ്രകടനമാണ് വിചാരിച്ചിരുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ ആദ്യം തവണ 284 സീറ്റാണ് ഉണ്ടായിരുന്നത്, അതിനുശേഷം 303 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 350 സീറ്റാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ പ്രവചിച്ചിരുന്നതാണ്. അത് ഉണ്ടാവാതെ
വന്നപ്പോൾ അതൊരു ധാർമ്മികമായിട്ടുള്ള മോറൽ പരാജയമാണോ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു താർക്കികമായിട്ടൊരു യുക്തിയാണ്, ശരിയാണ്. പക്ഷേ BJP കഴിഞ്ഞ 2 തവണയും ഭരിച്ചിരുന്നത് കൂട്ടുമുന്നണികളായിട്ട് തന്നെയാണ്. BJP ഒറ്റയ്ക്കല്ല 2014-ലും 2019-ലും ഭരിച്ചിരുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി NDA എന്ന് പറയുന്ന മുന്നണി തന്നെയാണ്. 11 അംഗങ്ങളുള്ള NDA എന്ന് പറയുന്ന മുന്നണിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ ഭയപ്പെടുന്ന 2 പാർട്ടികളും ഏതെങ്കിലും ഘട്ടത്തിൽ NDA മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. ചന്ദ്രബാബു നായിഡു 2014 മുതൽ 2018 വരെ NDA മുന്നണിയുടെ ഭാഗമായിരുന്ന ആളാണ്. പിന്നീടാണ് അദ്ദേഹം NDAയിൽ നിന്ന് പിരിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ കൂടെ സഖ്യം ചേരുന്നത്. ഈ പറയുന്ന നിതീഷ് കുമാർ ആവട്ടെ 2017 മുതൽ 2022 വരെ നരേന്ദ്രമോദിയുടെ സുവർണ്ണ കാലഘട്ടത്തിൽ, ഈ പറയുന്ന ഏറ്റവും ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് NDA മുന്നണിയുടെ ഭാഗമായിട്ടിരുന്ന ആളാണ്. ഈ പറയുന്ന നരേന്ദ്രമോദി സർവ്വപ്രതാപിയായിട്ട് 400 സീറ്റ് ജയിക്കും എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ആ കണ്ടീഷൻസ് അംഗീകരിച്ചുകൊണ്ട് ഈ പറയുന്ന നിതീഷ് കുമാർ NDAയിലേക്ക് വീണ്ടും വരുന്നത് 2024-ൽ. അപ്പോൾ ഈ പറയുന്ന ആളുകളെ മുഴുവൻ മെരുക്കി കൂടെ നടത്തിയിട്ടുള്ള അനുഭവ സമ്പത്ത്, പരിചയം BJPക്ക് ഉണ്ട്. ഇത് എത്രയോ കാലം, അതായത് 1996-നും 99-നും ഇടയിൽ ഇന്ത്യയിൽ 4 പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ഏറ്റവും അൺസ്റ്റേബിൾ ഫേസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്ന ഘട്ടമാണത്. 96-നും 99-നും 2000-നും ഇടയ്ക്കുള്ള ആ 4 വർഷത്തിൽ. പക്ഷേ അതിനുശേഷം 99 മുതൽ 2004 വരെ ഒരു ഘടകകക്ഷി മന്ത്രിസഭയെ അതിഭംഗിയായി നയിച്ചിട്ട് ഇനിയൊരു സ്ഥിരതയുള്ള ഗവൺമെൻറ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞ രാഷ്ട്രീയ പണ്ഡിതന്മാരെ മുഴുവൻ അതിശയിപ്പിച്ചിട്ടുള്ള ചരിത്രം BJPക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഈ പറയുന്ന ഘടകകക്ഷി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിചയസമ്പന്നതയും അതിനുള്ള അനുഭവ സമ്പത്തും ഒക്കെയുള്ള മഹാരഥന്മാർ നയിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് BJPയുടെ ഭാവിയെ കരുതി നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട. എനിക്ക് ആശങ്കയുള്ളത് കോൺഗ്രസിൻ്റെ കാര്യത്തിലാണ്. കാരണം ഇത്തവണയും സർക്കാർ ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എത്ര ആളുകൾ ഈ സഖ്യത്തിൽ ഇനി കൂടെ നിൽക്കുന്നുള്ളത് നിങ്ങൾ കാണണം. 6 മാസം 2 കൊല്ലത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയുടെ ഭാവി അങ്ങ് പറഞ്ഞത്. 6 മാസത്തിനുള്ളിൽ INDA മുന്നണിയുടെ കാര്യം എന്താവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ 1 വർഷമൊക്കെ ആകുമ്പോഴേക്കും BJPക്ക് 300-ന് മുകളിലേക്ക് സംഖ്യകൾ അവിടെ നിന്ന് തന്നെ വന്നേക്കാം എന്നാണ് ഞാൻ കാണുന്ന രാഷ്ട്രീയ സാഹചര്യം. ശരി, ഓക്കെ. അവിടെ ഡോക്ടർ ഗോപകുമാർ, ഈ സർക്കാരിന്റെ സ്റ്റെബിലിറ്റി കാലം തെളിയിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയ കക്ഷികൾ വളരെ സന്തോഷത്തോടു കൂടി BJP പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? കാരണം അവരുടെ BJPയുടെ രാജ്യത്തെ ആദ്യത്തെ സഖ്യകക്ഷി ശിവസേനയാണ്. ആ ശിവസേന പിളരേണ്ടി വന്നു, അല്ലെങ്കിൽ BJP പിളർത്തി എന്ന് നമുക്ക് പറയാം. ദുരനുഭവമാണ് നേരിട്ടത്. ഇനി ഉദ്ധവ് താക്കറെ BJPയിലേക്ക് തിരികെ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വൈകാരികമായി അദ്ദേഹത്തിന് മുറിവേറ്റു. രണ്ടാമത്തെ BJPയുടെ ആദ്യ സഖ്യകക്ഷി ശിരോമണി അകാലിദളാണ്. അവരിപ്പോൾ NDAയിൽ ഇല്ല, നമുക്കറിയാം. ഇപ്പോൾ ശിരോമണി അകാലിദൾ ഒറ്റ സീറ്റിലേക്ക് ഭട്ടിൻഡയിൽ മാത്രമായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ BJPയുമായി ഫ്ലർട്ട് ചെയ്തിരുന്ന പാർട്ടികൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന പാർട്ടികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. BJPക്ക് ഒരു ആവശ്യം വരുമ്പോൾ രാജ്യസഭയിലും മറ്റുമൊക്കെ സഹായമായി നിന്നിരുന്ന പാർട്ടികൾ BRS അവർ ഇല്ലാതായിരിക്കുന്നു. തെലങ്കാനയിൽ അവരില്ലാതായിരിക്കുന്നു. ഒറ്റ സീറ്റില്ല ഇത്തവണ. YSRCP ഇതേപോലെ BJPയുടെ അവശ്യഘട്ടങ്ങളിൽ ആപൽ ബാന്ധവരായിരുന്നു, അവരില്ലാതായിരിക്കുന്നു. അവിടെ TDPയുമായി തന്ത്രപരമായി സഖ്യമുണ്ടാക്കി ഏറെക്കുറെ ഡെസിമേറ്റഡ് ആണ് YSRCP. ഇനി ബിജു ജനതാദളിന്റെ കാര്യം എടുക്കൂ. അവർ ഒഡീഷയിൽ ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥ, ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥ, ലോക്സഭയിലേക്ക് ഏറെക്കുറെ ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ BJPയുമായി ചേർന്ന് പോയാൽ BJP അവിടെ അതീവ പ്രതാപികളാവുകയും സ്വന്തം പാർട്ടികൾ ഇല്ലാതാവുകയും ചെയ്യുന്ന അനുഭവം അവിടെ ഉണ്ട്. അതേസമയം BJPയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ മമതാ ബാനർജിക്ക് പഴയ സഖ്യകക്ഷിയാണ്, പക്ഷേ ഇപ്പോൾ അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മമതാ ബാനർജിക്ക്, അഖിലേഷ് യാദവിന് ഒക്കെ വിജയിക്കാനോ മുന്നോട്ട് വരാനോ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു സാഹചര്യം മുന്നിൽക്കെ നിതീഷ് കുമാറിനെ പോലെ ഒരാൾ വലിയ കോഷൻ സ്വീകരിക്കില്ലേ, ജാഗ്രത സ്വീകരിക്കില്ലേ? നിതീഷ് ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും സ്വന്തം പാർട്ടികൾ ഉപ്പുവച്ച കലം പോലെ ആകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് BJP അവരുടെ നിലയിൽ പൊക്കോട്ടെ, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകിക്കോളാം എന്നുള്ള സമീപനം ഇനിയുള്ള അങ്ങോട്ടുള്ള കാലത്ത് ഈ 2 പാർട്ടികളിൽ നിന്നും ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഈ കൂടെ നിൽക്കുന്ന 2 കക്ഷികളും ഉപാധികളില്ലാതെ പിന്തുണ നൽകുമെന്നൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പിന്തുണ മാത്രമേ അവർ കൊടുക്കത്തുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. അഭിലാഷ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളൊക്കെ വളരെ ശരിയാണ്. ഈ വലിയ വലിയ പാർട്ടികൾക്ക് പൊതുവിലുണ്ടാകുന്ന പ്രശ്നമാണിത്. ഇപ്പോൾ കേരളത്തിലും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ പാർട്ടികൾ ചെറിയ പാർട്ടിയെ വിഴുങ്ങുന്ന സ്വഭാവം, അല്ലെങ്കിൽ ചെറിയ പാർട്ടിയെ ദുർബലമാക്കുന്ന സ്വഭാവം. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എവിടം വരെ എത്തിയെന്ന് നമ്മൾ കണ്ടതാണ്. കൊച്ചു കൊച്ചു പാർട്ടികൾ പലതും അപ്രത്യക്ഷമാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ നമുക്ക് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ കാര്യം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം, നമ്മുടെ രാജ്യത്തിൽ ഇത്രത്തോളം വൈവിധ്യതയുള്ളപ്പോൾ ആ വൈവിധ്യതയുടെ ഒരു പ്രതിഫലനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിപുലതയിലും കാണുന്നത്. അപ്പോൾ ചില പാർട്ടികൾ അപ്രത്യക്ഷമായാലും ആ സ്ഥാനത്ത് മറ്റു ചില പാർട്ടികൾ വരും. അഭിലാഷേ, ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് എടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ 6 ദേശീയ പാർട്ടികളുടെ ലിസ്റ്റുണ്ട്. സംസ്ഥാന പാർട്ടികൾ 52 ഉണ്ട്. ബാക്കിയൊക്കെ അംഗീകരിക്കപ്പെട്ട പാർട്ടികളാണ്.
ഈ 6 ദേശീയ പാർട്ടിയിൽ കോൺഗ്രസും BJPയും കഴിഞ്ഞാൽ നോക്കൂ, നാഷണൽ പാർട്ടി, നാഗാലാൻഡിലെ നാഷണൽ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, ആം ആദ്മി പാർട്ടി, ഈ തിരഞ്ഞെടുപ്പിൽ തീരെ പ്രഭാവം കാണിക്കാത്ത ബഹുജൻ സമാജ് പാർട്ടി, ഇവരാണ് ദേശീയ പാർട്ടികൾ. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രധാനമായിട്ടും മത്സരിക്കുന്ന 2 ദേശീയ പാർട്ടികൾക്കപ്പുറം മറ്റ് പല പാർട്ടികളും ദേശീയ തലത്തിൽ ശക്തമല്ല. ആ ശക്തമല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ട് വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഇനി ഒരു കാര്യം സത്യമാണ് ഈ ചർച്ചയിൽ പറയാനുള്ളത്, ഒരു പഴയതുപോലെ ഒരു ഡോമിനൻ്റ് ഫോഴ്സായിട്ട് ഭരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് സത്യമാണ്. അത് ഒരു വലിയേട്ടൻ സാഹചര്യം ഇവിടെ ഇല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു ദുർബലനായൊരു പ്രധാനമന്ത്രിയാണ് നിങ്ങൾ കാണാൻ പോകുന്നു എന്ന് പറയുന്നതിലും കഥയില്ല. BJPയുടെ വിവാദ വിഷയങ്ങൾ ചിലത് നടപ്പിലാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഇതുകൊണ്ട് BJPയുടെ ബാക്കി കാര്യങ്ങൾക്ക്, സാമ്പത്തിക കാര്യങ്ങൾക്കും നയപരമായ കാര്യങ്ങൾക്കും ബാക്കി നയരൂപീകരണത്തിലും പൊതുവിൽ ഭരണത്തിന് ആവശ്യം വരുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ മറുവശത്ത് ഇന്ത്യ മുന്നണികൾ, അനേകം കക്ഷികൾ ചേർന്നുള്ള ഇന്ത്യ മുന്നണികൾ, അതിന് കോമണായിട്ട് വരുന്ന ഒരു പാർട്ടി, അതിനൊരു നേതൃത്വം വരണം. അതിൻ്റെ നമ്പർ തന്നെ, കോalition എന്ന് പറയുമ്പോൾ അതൊരു ഗെയിം ഓഫ് നമ്പേഴ്സ് ഓൾസോ, അതും കൂടിയുണ്ട്. അപ്പോൾ അവരെ ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ തന്നെ കേട്ടൊരു കഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കി ബാക്കി പാർട്ടികളെല്ലാം കൂടെ പിന്തുണച്ചൊരു ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതാണ്. എത്ര നാളാ ഗവൺമെൻറ് പോകും മുന്നോട്ട്? അതും പറയണം, ഈ ബാക്കിയുള്ള വശവും കൂടി പറയണം. അനേകം കൊച്ചു കക്ഷികൾ ചേർന്ന് താൽക്കാലിക ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ മിക്കവാറും അടുത്ത ഒരു വർഷത്തിന് പിന്നൊരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകേണ്ടി വരില്ലേ? അതല്ലെങ്കിൽ വീണ്ടും BJPയുടെ കയ്യിലേക്ക് ഭരണം വരില്ലേ? അപ്പോൾ സ്ഥിരത എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത കാര്യം വളരെ പ്രധാനമാണ്. അതേസമയം BJPയിലോട്ട് കൊച്ചു പാർട്ടികൾ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൊടുത്താൽ അവർ വരും. താങ്കൾ പറഞ്ഞ കാര്യം ശരിയാണ്. ഇപ്പോൾ പിന്നെ ബിജു ജനതാദൾ ദുർബലപ്പെട്ടു, മറ്റു പല ശിവസേന പിളർന്നു, NCP പിളർന്നു, അതൊക്കെ ശരിയാണ്. ഈ രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുള്ളതാണ്. 2024 19-24 ഭരിച്ച ശക്തി നരേന്ദ്രമോദിക്കില്ല. പക്ഷേ അതിൻ്റെ അദ്ദേഹം മറുവശത്തൊരു ദുർബലനായ ഒരു പ്രധാനമന്ത്രിയായി മാറുമെന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അതാണ് താങ്കളുടെ നിഗമനം. എനിക്ക് കൗതുകകരമായി തോന്നുന്ന ഒരു കാര്യം, ശ്രീ നിസാം സെയ്ദ്, ഇപ്പോൾ വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ശിവരാജ് സിംഗ് ചൗഹാനോട് അടിയന്തരമായി ഡൽഹിയിലെത്താൻ BJPയുടെ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ നാളെ അല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രപതിയെ കാണാൻ NDA കക്ഷി നേതാക്കൾ തീരുമാനിച്ചിട്ടില്ല. NDA നേതാവായി നരേന്ദ്രമോദിയെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്ത സർക്കാർ എന്ന് നമ്മൾ സ്വാഭാവികമായും വിചാരിക്കേണ്ടി വരും. പക്ഷേ മുമ്പ്, അതായത് 1-2 മാസം മുമ്പൊക്കെ കേട്ടിരുന്നത്, ഇൻ കേസ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നാൽ നരേന്ദ്രമോദി ആകില്ല സർക്കാരിനെ നയിക്കുക, മറ്റൊരാളായിരിക്കും തുടങ്ങിയ ചില വർത്തമാനങ്ങളൊക്കെ ദേശീയ മാധ്യമ സുഹൃത്തുക്കളും രാഷ്ട്രീയ ഉപശാലകളും ഒക്കെ പങ്കുവച്ചിരുന്നു. ആ തരത്തിൽ അങ്ങനെ ഒരു ട്വിസ്റ്റിന് സാധ്യതയുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരിനെ നയിക്കാതെ നരേന്ദ്രമോദി മാറി നിൽക്കുകയും ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ സർക്കാർ വരികയും ചെയ്യുക എന്നുള്ളത് വിദൂരമായ സാധ്യതയെങ്കിലുമാണോ? ഞാൻ കക്ഷി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു എന്ന ഫാക്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ അതൊക്കെ വേണമെങ്കിൽ മാറ്റാലോ. NDA MPമാരുടെ യോഗം ചേരാൻ പോകുന്നതേ ഉള്ളൂ. അഭിലാഷ് മുമ്പേ സർജി ബുബ്കയോടൊക്കെ നരേന്ദ്രമോദി ഉപമിക്കുന്നത് കേട്ടു. സർജി ബുബ്കയോടോ സച്ചിൻ ടെണ്ടുൽക്കറോടോ ഒന്നുമല്ല നരേന്ദ്രമോദി ഉപമിക്കേണ്ടത്. നരേന്ദ്രമോദി തന്നെ പറഞ്ഞു അദ്ദേഹം ബയോളജിക്കലായി ഉണ്ടായ ഒരാളല്ല, അദ്ദേഹം ദൈവികമായി രൂപപ്പെട്ട ഒരാളാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ദൈവത്തോട് ഉപമിക്കണം, അല്ലാതെ നിങ്ങൾ മോർട്ടൽസായ അത്ലറ്റ്സിനോടൊന്നും അദ്ദേഹത്തെ ഉപമിക്കരുത്. അപ്പോൾ ദൈവത്തിൻ്റെ പതനമാണ് ഉണ്ടായത്. അല്ല, ഞാൻ മോദിയെ ഉപമിച്ചതല്ല, ഞാൻ ആ സിറ്റുവേഷനെ, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതായത് പുതിയ റെക്കോർഡ് സെറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ എങ്ങനെയാണോ ബൂബ്ക വരുന്നത് അതുപോലെയാണ് മോദി തെരഞ്ഞെടുപ്പിന് ആ സിറ്റുവേഷനെയാണ് ഉപമിച്ചത്. അദ്ദേഹത്തിന് വലിയ അപമാനം. അഭിലാഷ് അദ്ദേഹത്തെ അപമാനിക്കുകയാണ്. കാര്യം അദ്ദേഹത്തെ സർജി ബുബ്കയോടൊക്കെ ഉപമിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള വലിയ അപമാനമായാണ് കാണുന്നത്. അദ്ദേഹം ദൈവികമായി ഈ രാജ്യത്തെ രക്ഷിക്കാൻ, ഈ രാജ്യത്തെ നയിക്കാൻ ദൈവികമായി നിയോഗിക്കപ്പെട്ട ഒരാളാണ്. അവരെ ചാട്ടവും ഓട്ടവും ഒക്കെ ആയിട്ട് നടക്കുന്ന സർജി ബുബ്കയോടോ സച്ചിൻ ടെണ്ടുൽക്കറോടോ ഒക്കെ ഉപമിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അഭിലാഷ് കാണിച്ച് വളരെ തെറ്റായിപ്പോന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ സർക്കാരിനെ അദ്ദേഹം ഈ BJPയുടെ ഉപശാലകളിൽ ഇതിനു മുമ്പ് തന്നെ RSSന് നരേന്ദ്രമോദി ഒരു അപ്രമാദിത്വത്തോടെ ഭരിക്കുന്നത് താല്പര്യമുള്ള കാര്യമല്ല എന്നുള്ള സംസാരം വളരെ വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു.
ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് പിന്നെ പഴയതുപോലെയൊന്നും RSS പ്രവർത്തന സജ്ജമല്ല എന്നും വാർത്തകളുണ്ടായിരുന്നു. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകരുത് എന്നൊരു താല്പര്യം RSSലെ പല ആളുകൾക്കും ഉണ്ട് എന്ന് ഡൽഹിയിൽ പരസ്യമായ രഹസ്യമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാനൊരു ഒരു നാഷണൽ ചാനലിലെ ചർച്ചയിലിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമിതാഭ് ഠാക്കൂർ ആ ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം വിജയിച്ചതിന് നന്ദി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നരേന്ദ്രമോദിജിക്ക് നന്ദി പറയുന്നു, അമിത്ഷായ്ക്ക് നന്ദി പറയുന്നു, ഞാൻ നിതിൻ ഗഡ്കരിക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചർച്ചയിലുണ്ടായിരുന്ന മറ്റൊരാൾ പറഞ്ഞു, ഒരു BJP നേതാവ് അല്ലെങ്കിൽ ഒരു BJP മന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പുറമെ മൂന്നാമതൊരാളുടെ പേര് പരസ്യമായി പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം സാധ്യതകൾ BJPക്കകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഠാക്കൂറിനെ പോലെയുള്ള ഒരാൾ നിതിൻ ഗഡ്കരിയുടെ പേരും നിതിൻ ഗഡ്കരിക്ക് നന്ദി പറയുന്നു. അദ്ദേഹം നിർമ്മലാ സീതാരാമൻ്റെ പേര് പറഞ്ഞില്ല, മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരുടെ ആരും പേര് പറഞ്ഞില്ല. RSSൻ്റെ പിന്തുണയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിതിൻ ഗഡ്കരിയുടെ പേര് പറഞ്ഞു. അപ്പം ഇത്തരം ചില സാധ്യതകളൊക്കെ ഡൽഹിയിൽ ഇനിയും നിലനിൽപ്പുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ വസ്തുത എന്ന് പറയുന്നത് എന്താണ് ഈ NDA മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ ഒരു ഗ്ലൂ വേണം, അതിനെ ഒരു പശ വേണം, അതിനെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഘടകം വേണം. ഈ മുന്നണിയെ ഒന്നിച്ചു നിർത്തുന്ന ഏക ഘടകം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ നോക്കുമ്പോൾ അധികാരം മാത്രമാണ്. ഇന്ത്യ മുന്നണിക്ക് പൊതുവായി അത്തരം എന്ത് ഘടകമുണ്ടെന്ന് നിങ്ങൾ ചോദിക്കും. ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള വിരോധമാണ്, എതിർപ്പാണ് ഇന്ത്യ മുന്നണിയെ ഒന്നിച്ചു നിർത്തുന്നത്. രാഷ്ട്രീയമായ കാരണങ്ങളാൽ പല സംസ്ഥാനങ്ങളിലും BJPയെ നേരിടുന്ന രാഷ്ട്രീയ കക്ഷികളെന്ന നിലയിൽ BJPയോട് ഒപ്പം ചേരാൻ കഴിയാത്ത കക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളത്. പക്ഷേ അത്തരം കമ്പൾഷൻസ് ഒന്നുമില്ലാത്ത ആളുകളാണ് ഇപ്പോഴുള്ള NDA മുന്നണിയുള്ളത്. ഈ മുന്നണിയിൽ ഭാഗമായി നിൽക്കണമെന്ന് പ്രത്യയശാസ്ത്രപരമായോ രാഷ്ട്രീയമായോ ഒരു നിർബന്ധവുമില്ലാത്ത ആളുകളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡു. ഈ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിനും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം, തങ്ങളുടെ പാർട്ടിയുടെ അവസാനമാകും, തങ്ങളുടെ പാർട്ടിയുടെ അന്ത്യമാകും നരേന്ദ്രമോദിയോടൊപ്പം ദീർഘകാലം നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കാര്യം രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെങ്കിൽ ആ കലയിലെ ആചാര്യന്മാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എല്ലാ സാധ്യതകളും എപ്പോഴും ആരായാൻ തയ്യാറുള്ള ആളുകളായിരിക്കും ഇവർ. ഏത് ഉത്തമ സാഹചര്യത്തിലാണ് തങ്ങൾക്ക് രാഷ്ട്രീയമായി തങ്ങൾക്ക് പ്രയോജനമുണ്ടാകുന്ന ഉത്തമ സാഹചര്യത്തിലാണ് ഈ മുന്നണി വിടാൻ കഴിയുന്നതെന്ന് നോക്കിയിരിക്കുകയായിരിക്കും ഇവർ. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരം ഒരു കൂട്ടുകക്ഷി സർക്കാരിൻ്റെ പ്രഷേഴ്സ് അധികം നാൾ താങ്ങാൻ കഴിയുന്നയാളല്ല. തനിക്ക് ഭൂരിപക്ഷം, തനിക്ക് അഡ്വാൻറ്റേജ് ഉള്ള ഒരു അവസരം എപ്പോഴാണ് ഉണ്ടാകുന്നത്, അപ്പോൾ ഈ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യമായിരിക്കും നരേന്ദ്രമോദി ഈ സർക്കാരിനെ നയിക്കാൻ പോകുന്നത്. അത്തരം ഒരു സന്ദർഭം ഉണ്ടായില്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ രാജു പി നായർ, ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഈ മുന്നണി വീഴും അല്ലെങ്കിൽ ഗവൺമെന്റ് വീഴുമെന്നൊക്കെ താങ്കൾ പറഞ്ഞു. എന്ത് ഓൾട്ടർനേറ്റീവാണ് ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത്? കോൺഗ്രസിന് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച നമ്പർ കിട്ടി എന്നുള്ളത് സത്യമാണ്. ആന്റി BJP നിലപാടുള്ള കക്ഷികളൊപ്പമുണ്ട് എന്നുള്ളതും ശരിയാണ്. പക്ഷെ അതൊരു സർക്കാർ രൂപീകരണത്തിലേക്ക്, ഒരു ഓൾട്ടർനേറ്റീവിലേക്ക് നയിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫോർമുല നിങ്ങളുടെ കൈവശമുണ്ടോ? അല്ല, ആ ഓൾട്ടർനേറ്റീവ്സ് ഒന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഈ ചർച്ച നോക്കിയാൽ BJPയുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവും. ഈ ചർച്ചയിൽ ഞാനും അതുപോലെ തന്നെ ശ്രീ നിസാമും ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് മുഴുവൻ ഇവിടുത്തെ ഏകീകൃത സിവിൽ കോഡ്, മറ്റ് ഒരു രാജ്യം തിരഞ്ഞെടുപ്പ് എല്ലാം പറഞ്ഞു. ശങ്കുട്ടി ദാസ് ഒരക്ഷരം മിണ്ടിയോ അതിനെ സംബന്ധിച്ച്? ഈ 240 273 ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ശങ്കുട്ടി ദാസിൻ്റെ മറുപടി? ഞങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും, ഞങ്ങളിവിടെ ഒറ്റ രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തും, അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം വിശദീകരിച്ചു. ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ഇത് തന്നെയാണ് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളെ കുഴിച്ചുമൂടി ഈ തെരഞ്ഞെടുപ്പ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം, ഇന്ത്യയുടെ വിജയം, ഇന്ത്യൻ രാജ്യത്തിൻ്റെ വിജയം. അതാണ് മുന്നണിയുടെ അല്ല, രാജ്യത്തിൻ്റെ വിജയം. ആ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കുഴിച്ചുമൂടി. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, ഇതിനു മുമ്പുണ്ടായിരുന്ന NDA, അഭിലാഷ ഏതാണ് പ്രബലമായ കക്ഷി അവിടെ ഉണ്ടായിരുന്നത്? നരേന്ദ്രമോദി പറയുന്നത് കേൾക്കാനല്ലാതെ തിരിഞ്ഞു നിന്ന് നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ ശേഷിയുള്ള ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നു അതിനകത്ത്.
നമ്പറുകൾ കൊണ്ടില്ലായിരുന്നു. എങ്ങനെയാ? ഏറ്റവും കൂടുതൽ ഈ ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും അറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നരേന്ദ്രമോദിയുടെ കോalition പൊളിറ്റിക്സിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടികളെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ ഇല്ലാതെയാക്കി അത് മുഴുവൻ BJP എന്നുള്ള ഒറ്റ പാർട്ടിയിലേക്ക് കഴിയുമെങ്കിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം തന്നെ ഒറ്റ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ള അജണ്ടയായിട്ട് നടക്കുന്ന ആളാണ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇനി ഈ പറയുന്ന JDUവും TDPയും ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്നാണോ കരുതുന്നത്? ഇദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കില്ല. കാരണം ഇന്നത്തെ ഇതിൽ അവർ നേരത്തെ ഒരു പ്രീപോൾ അലയൻസ് ഉണ്ടായിരുന്നുകൊണ്ട് അവരവിടെ നിൽക്കുന്നു. ഇപ്പൊ നമ്മൾ വരുന്ന വാർത്തകൾ എന്താ? ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെയുള്ള ചർച്ചകൾ വരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് NDAയുടെ മീറ്റിംഗ് നടന്നതിന് ശേഷം ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണുന്നായിരുന്നല്ലോ പറഞ്ഞത്? എന്തേ കാണാൻ പറ്റാത്തത്? ശരി, ഇവിടെയാണ് നരേന്ദ്രമോദിയുടെ പ്രതിസന്ധി. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തകർച്ച ഇവിടെ തുടക്കം എന്ന് പറഞ്ഞതുകൊണ്ടാ. ശരി, അതാണ് കോൺഗ്രസിന്റെ പോയിന്റ്. എനിക്ക് ഒറ്റ ചെറിയ കാര്യം പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാൻ. ശ്രീ ശങ്കു, ഒരു കൺസെൻസസ് മാൻ പ്രധാനമന്ത്രിയായി വരുമോ? MP മാരാണ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കേണ്ടത്. MP മാരുടെ യോഗം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. NDA MP മാർ യോഗം ചേർന്ന് ശിവരാജ് സിംഗ് ചൗഹാനെയോ നിതിൻ ഗഡ്കരിയെയോ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കാനുള്ള സാധ്യത ഉണ്ടോ? അതോ അത് വിദൂരമായ ഒരു അഭ്യൂഹം മാത്രമാണ്? നോക്കൂ, അതിന് ഞാൻ മറുപടി പറയാം. അതിന് മുമ്പ് ഒറ്റ വാചകത്തിൽ ശ്രീ രാജു പി നായർ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. അദ്ദേഹവും നിസാം സെയ്ദും ഒക്കെ ആവർത്തിച്ച് ആർട്ടിക്കിൾ 3 എന്താണ് യൂണിഫോം സിവിൽ കോഡിനെയൊക്കെ പറ്റി പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നോക്കൂ, നിങ്ങൾ രണ്ടാൾക്കാരായി വന്നിരുന്ന് പറയുന്ന കാര്യത്തിന് ഞാൻ മറുപടി പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അദ്ദേഹം സെർജി ബുബ്കയുമായി നരേന്ദ്രമോദി ഉപമിച്ചതിന് ഒരു നിരീക്ഷകൻ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പറ്റി നോക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം KPCCയുടെ പോളിസി ആൻഡ് റിസർച്ച് സെന്ററിലെ മെമ്പറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ആളാണ് നിസാം സെയ്ദ് നിരീക്ഷകനായിട്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ രണ്ടുപേരായി വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട. അങ്ങേക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം. ഞങ്ങൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കും, ഞങ്ങൾ 1 ഇന്ത്യ 1 ഇലക്ഷൻ നടപ്പാക്കും, ഞങ്ങൾ സെൻസസ് നടപ്പാക്കും, ഞങ്ങൾ ഡീലിമിറ്റേഷൻ നടപ്പാക്കും, BJPയുടെ പ്രോമിസുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കും. ഏറ്റവും അവസാനത്തെ വാർത്തകൾ ഞാൻ പറയാം. NDAയിലുള്ള 16 പാർട്ടികൾ കൂടി 293 സീറ്റുകളുണ്ട്. ഇപ്പൊ ഇതാ ശിരോമണി അകാലിദൾ ഉൾപ്പെടെ ഒറ്റ അംഗങ്ങളുള്ള 4 പാർട്ടികൾ BJPയെ പിന്തുണച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടാലി പ്രകാരം 303 ലാസ്റ്റ് ടാലി പ്രകാരം 303 സീറ്റുകൾ NDAക്ക് ഉണ്ട്. ഏതായാലും BJPയുടെ ലോങ് സ്റ്റാൻഡിംഗ് പ്രോമിസുകളായിട്ടുള്ള ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ BJPക്ക് പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാജ്യസഭയിൽ നമ്പർ ഉണ്ടായിട്ടല്ലോ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തത്. ഞങ്ങൾക്ക് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ നടപ്പാക്കാനുള്ള പൊളിറ്റിക്കൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് വേറൊരു ചർച്ച രണ്ടാമത്തെ എഡിഷനായി സൂപ്പർ പ്രൈം ടൈമിൽ ഉണ്ട്. അതുകൊണ്ട് 4 പേർക്കും ഡോക്ടർ G. ഗോപകുമാർ, ശ്രീ നിസാം സെയ്ദ്, ശ്രീ ശങ്കുട്ടി ദാസ്, ശ്രീ രാജു പി നായർ 4 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.